തൊപ്പി ഗ്യാങ് എന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകില്ല, പക്ഷേ ജെൻസി ഒരുപക്ഷെ വല്ലാതെ കേട്ടിട്ടുമുണ്ടാകും. തൊപ്പി എന്ന് പറയുന്ന നിഹാദ്, അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. അത് നേരത്തെ ഒരു കേസിൽ അദ്ദേഹം അറസ്റ്റിലാവുകയും ജാമ്യത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ വലിയ രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്നു, പ്രത്യേകിച്ചും കുട്ടികളെ, യുവാക്കളെയൊക്കെ സ്വാധീനിക്കുന്നു. ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നാർക്കോട്ടിക് ബിസിനസ്, MDMA തുടങ്ങിയവ കച്ചവടം നടത്തുന്നു. അതോടൊപ്പം തന്നെ അശ്ലീല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നു. ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി ഒരു അഭിഭാഷകൻ DGPക്ക് പരാതി കൈമാറുന്നു. അതേ തുടർന്ന് ഈ തൊപ്പി ഗ്യാങ്ങിനെ കുറിച്ചുള്ള അന്വേഷണം DGP ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അജിംസ്, ഈ തൊപ്പിയെക്കുറിച്ച് അജിംസ് നന്നായി അറിയുമായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ പറയുന്ന അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ തൊപ്പി ഇതിനെ ചീത്ത കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ വല്ലാതെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ? അല്ല, ഞാൻ ഈ തൊപ്പി ഗ്യാങ്ങിനെ അറിയുമായിരിക്കും വിശാല അർത്ഥത്തിൽ പറഞ്ഞല്ല. ഞാൻ യൂട്യൂബ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നത് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും. അല്ല, നമ്മൾ ഈ തൊപ്പിയുടെ വിഷയം മുമ്പോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റെഫർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇത്തരം ലൈവ് സ്ട്രീമിംഗ് ഒന്നും കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. ഈവൻ ഒരു റീൽ കാണാനുള്ള ക്ഷമ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മണിക്കൂറുകൾ നീളുന്ന ലൈവ് സ്ട്രീമിംഗ് നമ്മൾ ഇത് കുത്തിയിരുന്നതാണ്. എനിക്ക് സമയം അവിടെ യൂട്യൂബ് അയാളെ ചെറിയ ഭാഗം, ബാക്കിയുള്ള കുറേ പ്ലാറ്റ്ഫോമുകളാണ് ഉപരി സജീവം. എന്തായാലും അതിലൊന്നും ഇല്ലല്ലോ. അതിൽ വന്നിരിക്കുന്ന എന്തൊക്കെയോ വർത്തമാനം പറയുന്നു. എന്താണ് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ചിലപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടായിരിക്കും. എൻ്റെ ജനറേഷനിലുള്ള ആൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല. എനിക്കതിൽ ഒരു എൻ്റർടൈൻമെൻറ്റും കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ, അത് കണ്ടുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ ഹ്യൂമർ ഉണ്ടോ? ഇല്ല. എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. ഇപ്പോൾ ഈ ഒരു ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ ലൈവ് സ്ട്രീം ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. ഞാൻ കുളിക്കാൻ പോകണം ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാർ. അതുപോലെ ഒരു ആൾ, അത്രയും എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ അതിൽ പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഈ ഗ്യാങ്ങിലുണ്ടായിരുന്ന 2 പേര് ആ ഗ്യാങ് വിട്ടു. എന്നിട്ട് നിഹാദിനെതിരെ കുറേ അധികം ആരോപണം ഉന്നയിക്കുകയാണ്. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, അത്ര ഫസ്റ്റ് പുള്ളിയല്ല എന്ന് പറഞ്ഞിട്ട് കുറേ അധികം ആരോപണങ്ങൾ. അതിൽ ക്രൈം എന്ന് പറയാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സംഭവം. 2, പോക്സോ കേസുകൾ, അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന 2 ആരോപണങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന അഭിഭാഷകൻ DGPക്ക് പരാതി കൊടുക്കുകയും അതിലിപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായത്തിൻ്റെ ഏറ്റവും അവസാന സെൻസ് എന്തായിരിക്കും അറിയാമോ? കണ്ടോ, പിള്ളേർ ഫോൺ കൊടുത്തതാണ് പ്രശ്നം. പിള്ളേർ ഫോണിൽ ഇതൊക്കെയാണ് കാണുന്നത്. ഇതിനർത്ഥം ഇവർക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട്, ശരിയാണ്. അതെല്ലാം പിള്ളേരാണെന്നോ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്താണ് അവർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവും, അങ്ങനെയൊന്നുമല്ല. ഒന്ന്, യൂട്യൂബ് കൺസ്യൂം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. യൂട്യൂബ് എന്തൊക്കെ കണ്ടന്റാണ് കൺസ്യൂം ചെയ്യുന്നത്. യൂട്യൂബ് ഒരു പരിധി വരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ അതങ്ങനെ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ലൈവ് സ്ട്രീമിങ്ങിനിടയിൽ തെറി വിളിക്കുന്നുണ്ട്, തെറി പറയുന്നുണ്ട്, അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഒട്ടും എന്താണ് ഒരു പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് വെച്ചാൽ തീർച്ചയായും ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ അത് അനുകരിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് കണ്ടിട്ട് കുട്ടികളെ ഇപ്പം എൻ്റെ ഇളയ മോള്, അവൾക്കറിയാം ഈ തൊപ്പിയെ പറ്റി. ഞാൻ ആദ്യം കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചാൽ അവളോടാണ്. അവൾക്കറിയാം തൊപ്പി, പക്ഷേ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എനിക്കറിയാം, കണ്ടിട്ടുണ്ട് എന്നുള്ള പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും അതിലേക്ക് ഇൻഫ്ലുവൻസ് ആവുന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ക്രൈം ഉണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷിക്കണം, കേസെടുക്കണം. അല്ലാതെ യൂട്യൂബ് ചെയ്യുന്ന സകല അവന്മാരും ഇങ്ങനെയാണ്, ഈ ഒരു മൊബൈൽ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളും കുറേ അവന്മാർ, അങ്ങനെയുള്ള ജനറലൈസേഷനോട് എനിക്ക് താല്പര്യമില്ല. ഇതിലും മോശമായ എലമെൻറ്റ്സ് ഉണ്ടാവും. അതിനെ നിയന്ത്രിക്കേണ്ട അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. അങ്ങനെ കേസ് അന്വേഷിക്കണം, ശിക്ഷിക്കണം. അത്രയും ഇങ്ങനൊരു കൾച്ചർ വളർന്നു വരുന്നുണ്ടോ? ഇല്ല, വളർന്നു വരുന്നില്ല, നേരത്തെ ഉണ്ടല്ലോ. ഇപ്പോൾ തൊപ്പിയെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഇപ്പോൾ 2023 വളാഞ്ചേരി സംഭവം ഓർമ്മയില്ലേ? വളാഞ്ചേരിയിൽ ഈ ചങ്ങായി ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, 1 ബ്ലോക്ക് രൂപപ്പെടുന്നു. ഇത്ര ആയിരക്കണക്കിന് എത്രയോ വളർന്നത്. അതെ. അന്ന് അപ്പോൾ അത് 2023 കോടികളുടെ വരുമാനമുള്ളതാണ്. പിന്നെ അത് കേസാവുന്നു പലതരത്തിൽ. അവിടെ അവനൊരു അശ്ലീലമായിട്ടുള്ള പാട്ട് പാടുന്നു, അതിൻ്റെ ഒരു കേസ്. പിന്നെ ഈ ട്രാഫിക് ഹിൻഡ്രൻസിൻ്റെ കേസ് വേറെ. അങ്ങനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു, ഓർമ്മ ഉണ്ടാവും. അതിൽ ചവിട്ടിപ്പൊളിക്കുന്നു, അത് ലൈവ് സ്ട്രീം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നേരത്തെ ഉണ്ട്. അപ്പം ഈ കക്ഷി ഉണ്ടല്ലോ നിഹാദ് എന്നാണ് ഇങ്ങനെ വീണതെല്ലാം വിദ്യയാക്കുക എന്ന് പറയുമ്പോൾ, പിന്നെ ഇവൻ ഗെയിമിംഗ് സ്ട്രീമർ എന്നുള്ള നിലക്കാണ് ആൾ വരുന്നത്. അതത്ര മലയാളി സൈബർ വേഴ്സിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ യൂണിവേഴ്സ് എന്നൊക്കെ പറയുമല്ലോ, വേറൊരു യൂണിവേഴ്സ് അല്ലെ സൈബർ വേഴ്സ് എന്ന് പറയാവുന്ന ഒരു ഇതുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞു. ഇത് പാരലൽ എന്ന് വിളിക്കുന്നതിൽ ചില പ്രശ്നമുണ്ട്. അവർ നമ്മളായിരിക്കും ചിലപ്പോൾ പാരലൽ വേൾഡ് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് മലയാളം സൈബർ വേഴ്സിൽ
ഒരു പുതിയ ട്രെൻഡായിരുന്നു ഈ ഗെയിമിംഗ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഗെയിമിംഗ് സ്ട്രീമേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി അത്ര ആക്റ്റീവായിട്ടുണ്ടായില്ല. അതിലാണ് ഈ കക്ഷി പിടിക്കുന്നത്. അതിനകത്ത് ആൾ കൂടുന്നു, സ്വാഭാവികമായിട്ട് ആൾ കൂടുന്നു. അപ്പോൾ അവർ ഇവനെ ഇത്രയും ഫാൻ ബേസിലൊരു സ്ട്രീമർ, പബ്ജിയാണ്, പബ്ജി പിന്നെ വേറെ ഏതൊക്കെയോ ചില ഗെയിമിംഗ് ആപ്പുകളാണ് പുള്ളിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫ്രീ ഫയർ, ഫ്രീ ഫയർ, വേറെ ഫ്രീ ഫയർ മാത്രമല്ല, ഒരു വി ഉള്ള, ഞാൻ മറന്നത്. എനിവേ അതിലൂടെ നല്ല വരുമാനം ഉണ്ടാകുന്നു. കാരണം അത്രയും ആളുകൾ ഇവൻ്റെ സ്ട്രീമിങ്ങിന് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീമറായിട്ട് അവർ തന്നെ ഇവനെ അംഗീകരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു, അതിലുള്ള പൈസ ഉണ്ട്. പിന്നെ യൂട്യൂബിലേക്ക് വരുന്നു, യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് വരുന്നു. ആ ലൈവ് സ്ട്രീമിംഗ് അജിംസ് പറഞ്ഞാൽ മണിക്കൂറുകൾ, അതും ഓഡ് ടൈംസിലാണ് കൂടുതലും, 10 മണിക്ക് ശേഷമൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറയാം, അശ്ലീലം പറയാം, സ്ത്രീവിരുദ്ധത പറയാം, പിന്നെ തെറി പറയാം, ചീത്ത പറയാം, അതിൻ്റെ ഇടയിൽ തന്നെ പലതും ചെയ്ത് കാണിക്കുക. ഉണ്ടല്ലോ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ അണ്ടർവെയറിൻ്റെ അടിയിൽ ഇടുക, അപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് ലൈവായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള പല ഏർപ്പാടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഈവൻ യൂട്യൂബിൻ്റെ തന്നെ അവരുടെ സിൽവർ കാർഡോ മറ്റോ ഇടിച്ച് പൊട്ടിക്കുന്നു, കീബോർഡ് ഇടിച്ച് പൊട്ടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടി നടത്തുന്നു. അപ്പോൾ അതിന് വലിയ തോതിൽ കീബോർഡ് അടിച്ച വീഡിയോക്ക് ഒരുപാട് കീബോർഡ് അടിക്കാനുള്ള പൈസ കിട്ടും. പിന്നെ വലിയ തോതിൽ അതും സ്കൂൾ ഗോവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അതിൻ്റെ ഫാൻസായിട്ട് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് അവരിങ്ങനെ ആകർഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന നിഹാദിൻ്റെ തന്നെ തൊപ്പിയുടെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രോക്കൺ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ബ്രോക്കൺ ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, ഫാമിലി എന്നുള്ള അവൻ്റെ ഒരു ബാല്യം ട്രോമറ്റൈസ്ഡ് ആയിരുന്നു എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അവൻ്റെ രക്ഷിതാക്കളെക്കുറിച്ച് അവൻ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ഇതിനൊക്കെ എതിരെ നിന്നതിനെക്കുറിച്ചും വളരെ മോശം ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ നിലക്കുള്ള ഒരു കമ്പാനിയൻഷിപ്പ് കിട്ടാത്ത, അല്ലെങ്കിൽ അത് പിയർ ഗ്രൂപ്പിലാകാം, ഫാമിലിയിലാകാം, നെയ്ബർഹുഡിലാകാം, സ്കൂളിലാകാം, അങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ടീവ് കമ്പാനിയൻഷിപ്പൊക്കെ കിട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അവരെന്തോ തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഈ മനുഷ്യരിൽ കാണാം. അതുകൊണ്ടാണ് കൂട്ടത്തോടെ അവർ വന്ന് ചേരുകയാണ്, ഇവൻ്റെ കൂടെ ചേരുകയാണ്, ഇവൻ്റെ ഫാൻസായി മാറുകയാണ്, ഇവന് സ്റ്റാർസ് ആക്കുകയാണ്, ബാഡ്ജ് ആക്കുകയാണ്, ടോപ്പ് ഫാൻസ് ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതെല്ലാം പക്ഷേ ഈ കക്ഷി എന്നോ ഇവിടെ പ്രത്യക്ഷത്തിൽ ഇത് മണ്ടത്തരം, മടയത്തരം, പൊട്ടത്തരമാണ് ചെയ്യുന്നവന് ഇതിന് ഘനഗംഭീരമായുള്ള ബിസിനസ് മോഡലാക്കി വളർത്തിയെടുക്കുന്നതിൽ ആ മനുഷ്യന് ഇൻ്റലിജൻസ് ഉണ്ടായി എന്നുള്ളതാണ്. അതിനൊരു ബിസിനസ് മോഡലാക്കി മാറ്റിയാണ് അതിലൂടെ വലിയ തോതിൽ വരുമാനം. ഇതൊരു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു അനുകരണം കൂടി ആവാനുള്ള ഉണ്ട്. അതാ പറയാം, അത് ഇഷ്ടം പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ സൈബർ വേഴ്സിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ സിംഗിൾ മദേഴ്സിൻ്റെ കുട്ടികൾ ധാരാളം ഉള്ളതാണ്, ബ്രോക്കൺ ഫാമിലി നമ്മളെക്കാൾ കൂടുതലുള്ളതാണ്, ഫാമിലി സെറ്റപ്പ് നമ്മളെക്കാൾ വീക്കാണ്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചെറുപ്പക്കാർക്കിടയിൽ ഇത്തരം സ്ട്രീമേഴ്സ് തന്നെയാണ് അവർ, നമ്മളിവിടെ യൂട്യൂബേഴ്സ് എന്നാണ് പറയുന്നത്, അവർ സ്ട്രീമേഴ്സ് തന്നെയാണ് പറയുന്നത്. ഈ സ്ട്രീമേഴ്സിന് വലിയ തോതിൽ അട്രാക്ഷൻ ഉണ്ട്. അതിൽ നീ ഇപ്പോൾ നൗഫൽ പറഞ്ഞു ഈ എന്താണ് ഐഷോ സ്പീഡർ എന്ന് പറഞ്ഞിട്ടൊരു UK ബേസ്ഡ് സ്ട്രീമറുണ്ട്. ഐഷോയാണ് ഏറ്റവും പോപ്പുലർ. ഈ ഐഷോയുടെ ഹെയർ സ്റ്റൈലും തൊപ്പിയുടെ ഹെയർ സ്റ്റൈലും നോക്കിയേ സെയിമാണ്. സാധാരണ ഒരു മലയാളി ചെറുപ്പക്കാരൻ, മലയാളി പയ്യൻ്റെ ഹെയർ സ്റ്റൈലല്ലല്ലോ തൊപ്പി സ്വീകരിച്ചിരുന്നത്. ഈ ഐഷോ സ്പീഡറിൻ്റെ അതേ ഹെയർ സ്റ്റൈലാണ് തൊപ്പി സ്വീകരിച്ചിരിക്കുന്നത്. ഐഷോ സ്പീഡറുടെ ഒരു 80% മാനറിസം നമുക്ക് ഇവൻ്റെ ഇതിൽ കാണാൻ പറ്റും, തൊപ്പിയുടെ ഇതിനകത്ത് കാണാം. ഐഷോ സ്പീഡ് അമേരിക്കൻ, ഐഷോ സ്പീഡ് UK ബേസ്ഡ് ആണത്, UK ബേസ്ഡ് സ്ട്രീമർ. അമേരിക്കയിലുള്ള സ്നീക്കോ അതേമാതിരി പയ്യൻ തന്നെയാണ് സ്നീക്കോ. ഈ സ്നീക്കോ ഇതിലും വലിയ ഫാൻ ബേസ് ഉണ്ട്. സ്നീക്കോ ഉണ്ട്, കഴിഞ്ഞ വർഷം ചങ്ങ ഇസ്ലാം സ്വീകരിച്ചു സ്നീക്കോ. ഇപ്പോൾ വേറെ നിലക്കുള്ള പിന്നെ സ്ട്രീമിംഗ് ആണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഇതൊരു ട്രെൻഡായിട്ട് ഞാൻ പറഞ്ഞത് സൈബർ വേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ്, ഒരു ജോണർ എന്ന് പറയാവുന്ന നിലക്ക് ലോകത്തെല്ലായിടത്തുണ്ട്. അതിൽ തമിഴ്നാട്ടിലൊരു കക്ഷി ഉണ്ടായിരുന്നു, അവനും പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതേമാതിരി തന്നെ. അപ്പോൾ മലയാളത്തിൽ ആ ജോണറിൽ ആദ്യം പിടിച്ച് അതിനൊരു ഗംഭീരമായ ബിസിനസ് മോഡലാക്കിയിട്ട് വളർത്തുന്നതിലും തൊപ്പി വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം 1-2 പോലീസ് കേസ് കൂടി ഇതിൽ ബിസിനസ്സിന് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ. പോലീസ് കേസ് ബിസിനസ് ആക്കാൻ പറ്റും. പക്ഷേ ഇതിൽ വെച്ചാൽ കുറച്ചും കൂടി ഒരു സീരിയസ് ക്രൈം എന്ന് വെച്ചാൽ ആദ്യത്തെ വളാഞ്ചേരിയിൽ ട്രാഫിക് വയലേഷൻ, പിന്നെ വൃത്തികേട് പറഞ്ഞു, അശ്ലീലം പറഞ്ഞു, അത് മാത്രമല്ല സീരിയസ് ഒഫൻസിൽ ഇപ്പോൾ അജിംസ് പറഞ്ഞ ഒരു പോക്സോ പോലെയുള്ള NPDS അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ വരികയും അതിനെ ഏതോ നിലക്ക് ആളുകൾ മഹത്വവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഇതൊരു പോക്കങ്ങ് പോവുകയാണ്. എന്താണ് ഇവിടുത്തെ നിയമം,
ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നതിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ഓർമ്മയുണ്ടോ ഒരു ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞ ടീം ഇറങ്ങിയത്? കേരളം കത്തിക്കുന്നു. അവർക്ക് ഈ നാട്ടിലെ നിയമം എന്താണെന്നതിനെ കുറിച്ച് അവർ ഈ പറഞ്ഞ മാതിരി ഈ സൈബർ വേഴ്സ്, പാരലൽ സൈബർ വേഴ്സ് അല്ലെ പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന അവിടെ ഇവരുടെ ഈ ബുൾജെറ്റിൻ്റെ ആൾ ആശാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഏതെങ്കിലും നിലക്കുള്ള ഒരു ലീഗൽ വെറ്റിങ്ങിലൂടെ, ഒരു ലീഗൽ പ്രോസസ്സിങ്ങിലൂടെ ഒന്നും പോകുന്നതിനെക്കുറിച്ചോ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ലീഗാലിറ്റി എന്നൊക്കെ പറഞ്ഞ സംഗതികളുണ്ടെന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകളായിരുന്നു. പക്ഷെ ആ ഒരു ലീഗൽ ഇതിനകത്തൂടെ അവർ പോകുമ്പോഴേക്ക് അവർക്ക് മനസ്സിലായി ഇതല്ല ലോകം എന്നുള്ളത്. അപ്പോൾ ആ നിലക്കുള്ള ചില വെറ്റിങ്സ്, ഇത്തരം ലീഗൽ ആയിട്ടുള്ള സംഗതികളോടൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചില തിരിച്ചറിവുകളും ഉണ്ടാവുമായിരിക്കും. ഇതൊന്നുമല്ല നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ ചുറ്റും കൂടുന്ന പയ്യന്മാർ, ആ ഫാൻസ് ഉണ്ടല്ലോ, ലോയൽ ഫാൻസ്, അവർ മാത്രമല്ല ഈ ലോകത്തുള്ളതെന്നും ഇവിടെ നിയമമുണ്ടെന്നും മന്ത്രിയുണ്ടെന്നും ഓപ്പറേഷൻ തൂഫാനുണ്ടെന്നും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അപ്പോഴായിരിക്കും ഇവർ അറിയുക. അപ്പോൾ ആ ഒരു ലീഗൽ പ്രോസസ്സുകൾ, അതിൻ്റെ ഡ്യൂ പ്രോസസ്സ് നടക്കണമെന്ന് ഞാൻ പറയാം. അപ്പോഴേ അവർക്കും പല കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വളരുമ്പോൾ നമുക്ക് സ്ട്രീമിങ്ങിൽ തുടങ്ങി, ഗെയിമിംഗ് സ്ട്രീമിംഗ് തുടങ്ങി ലൈവ് സ്ട്രീമിങ്ങിൽ വന്ന് ഇപ്പോൾ ഈ പറഞ്ഞത് എന്താണ്, പിന്നെ നാർക്കോട്ടിക് ട്രാഫിക്കിങ്ങും ഇത്തരം കാര്യങ്ങളിലേക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് അഹെഡാണ്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വേണം. പിന്നെ അത് ചിലപ്പോൾ കാർട്ടലുകളായി രൂപപ്പെടും. ഇതൊക്കെ നമ്മൾ പല പാശ്ചാത്യ സമൂഹങ്ങളും കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം ഫാൻഡമുകൾ ഉണ്ടാകുന്നതും അത് കാർട്ടലുകളായി രൂപപ്പെടുന്നതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ പരിധികൾ, പ്രത്യേകിച്ച് നമ്മൾ ക്രിമിനൽ നിയമത്തിൻ്റെ പരിധികൾ കടക്കുന്നിടത്ത് അവിടെ ഒരു ചെക്ക് ഇടാൻ പോലീസ് എൻഫോഴ്സ്മെൻറ്റ് നിശ്ചയമായിട്ട് സാധിക്കണം. അത് അവർക്കും ഗുണമാണ്. നോക്കൂ, അവർ കൂടുതൽ വലിയ ദുരന്തത്തിലേക്ക് പോകാതിരിക്കും. ചെറിയ പ്രായത്തിലുള്ള ആളുകളല്ല, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളല്ലേ. അത് മാത്രമല്ല, കോടികൾ വരുമാനം, വലിയ വരുമാനം ഉണ്ടാക്കുന്നത് നികുതി അടയ്ക്കണമെന്ന ബോധം പോലും. വന്ദേ മാതരമാണോ വന്ദേ ഭാരതാണോ എന്നൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് ഈ ലോകത്തെക്കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ല അവർക്ക്. സൈബർ വേൾഡിലെ കാര്യം കുറിച്ചുള്ള അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ ധാരാളം പണം വരുന്നു, അതിന് ടാക്സ് അടയ്ക്കുന്നില്ല. അത് അപകടം ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നടക്കട്ടെ. ഇപ്പോൾ ആരാണ് പരാതി കൊടുത്തത്, അത് പരാതി നല്ല കാര്യമാണ്. പോലീസ് ആ നിലക്ക് നിയമപരമായിട്ടുള്ളൊരു വെറ്റിംഗ് പോലീസ് നടത്തട്ടെ എന്നാണ് ഞാൻ പറയാം.